എനിക്ക് വയസ്സുകാലത്ത് ഉണ്ടായിരുന്ന ആകെയുള്ളൊരു ഊന്നോടിയായിരുന്നു, അത് പോയി ഇവരായിട്ട്. നമസ്കാരം. ബാലഭാസ്കറിന്റെ മരണം, അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് വീഡിയോകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഡെയിലി ഇതുപോലുള്ള പഴയ കാര്യങ്ങൾ, അതായത് 6 കൊല്ലം മുമ്പ് നടന്ന സംഭവങ്ങളാണ്, പഴയ കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് കുത്തിപ്പൊക്കിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും നിങ്ങൾക്ക് എന്താണ് ഇതിന്റെ ഒരു ഐഡിയ വരാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് ഇത് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെ എന്താണ് ഇത്രയും കാലം സംഭവിച്ചത് എന്നാൽ നമുക്ക് മനസ്സിലാവുള്ളൂ. ഇതിന്റെ ദുരൂഹത എന്തുമാത്രമാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ഓരോ പഴയ കാര്യങ്ങൾ പിന്നീട് കാണണം. അതുമല്ല, ഇത് എങ്ങനെയാണ് ഇത് റെക്കോർഡിക്കാൻ ശ്രമിച്ചത്, എങ്ങനെയാണ് ഇതിലൊരു ഫാബ്രിക്കേഷൻ നടന്നത്, അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ അറിയണമെങ്കിൽ പഴയ കേസുകൾ പറയണം. അപ്പൊ ഇതിനകത്ത് 1-2 ഭയങ്കര ഞെട്ടിക്കുന്ന കുറെ ഫാബ്രിക്കേഷൻസ് ഉണ്ട്. അത് ഈ മൊഴികളിലാണ്. ആ മൊഴികളിൽ വന്ന വ്യത്യാസം അത് ഞാൻ കാണിക്കുന്നുണ്ട്. അതിനു മുമ്പ് ഞാനൊരു വീഡിയോ കാണും. കാരണം ഈ പറയുന്ന ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഞാൻ ഇങ്ങനെ വീഡിയോ സ്ക്രോൾ ചെയ്ത് നോക്കിയപ്പോൾ കുറെ പോയപ്പോൾ ഈ ബാലഭാസ്കറിന്റെ സംസ്കാര ചടങ്ങിന്റെ വീഡിയോ കാണാൻ സാധിച്ചു ഇടയായി. സത്യം പറഞ്ഞാൽ കരഞ്ഞു പോകും കേട്ടോ ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ. അതില് ബാലഭാസ്കറിന്റെ അച്ഛൻ കരയുന്നൊരു രംഗമുണ്ട്. അച്ഛൻ പൊട്ടിക്കര, നമുക്കറിയാം ഇപ്പോഴൊക്കെ മീഡിയയിൽ വന്നിരുന്നുകൊണ്ട് വളരെ ബോൾഡായിട്ട് എന്തോ ഒരു നിസ്സംഗഭാവത്തിലല്ലേ ആയിരിക്കും, കൊന്നതായിരിക്കും അവര്, അറിയില്ല. അങ്ങനെയൊക്കെ എന്തോ ഒരു അങ്ങനെ പുള്ളിക്ക് പിന്നെ മകനുമില്ല മകളുമില്ല, രണ്ടും നഷ്ടപ്പെട്ട് എന്ത് ചെയ്യണം പറഞ്ഞ ഇത്രയും നേരം ഇത്രയും തെളിവുകൾ ഉണ്ടായിട്ടും, ഇത്രയും പിന്നീട് മൊഴിമാറ്റൽ ഉണ്ടായിട്ടും, പിന്നീട് ഇത്രയും പിന്നീട് അട്ടിമറികൾ ഉണ്ടായിട്ടും എന്ത് ചെയ്യുന്നില്ല, എന്റെ മകന്റെ ഘാതകനെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ഒരു സങ്കടം പുള്ളിയുടെ മനസ്സിലുണ്ട്. അപ്പോ ആ സമയത്ത് ഞാൻ ആദ്യമായിട്ടാണ് പുള്ളി കരയുന്നത് കാണാട്ടോ. അതിനകത്തിരുന്ന് ആ ഒരു സംഭവത്തിൽ കരയുന്നത് കാണാം ആദ്യമായിട്ട് പുള്ളിയുടെ വാക്കുകൾ. അപ്പൊ ആ ഒരു വീഡിയോ നമുക്കൊന്ന് കാണാം. കണ്ണെന്നറിയാതെ കാണാൻ പറ്റില്ല, ഒന്ന് കണ്ടു നോക്ക്. ഇതിനകത്ത് മറ്റൊരു കാര്യം കൊണ്ട് പറയാം. ഇതിനകത്ത് ഈ പറയുന്ന പ്രകാശൻ തമ്പിയുണ്ട്. പ്രകാശൻ തമ്പിനെ വിധു പ്രതാപ് ഈ പറയുന്ന ആശ്വസിപ്പിക്കുന്ന രംഗമൊക്കെ ഉണ്ട്, തലയിലൊക്കെ തടയി ആശ്വസിപ്പിക്കുന്ന രംഗമൊക്കെ ഉണ്ട്. നമ്മളൊന്ന് കണ്ടു നോക്കാം കേട്ടോ. ഓക്കെ. എനിക്ക് വയസ്സുകാലത്ത് ഉണ്ടായിരുന്ന ആകെയുള്ളൊരു ഊന്നോടിയായിരുന്നു, അത് പോയി ഇവരായിട്ട്. കുറെ ഉണ്ട് കേട്ടോ. അത് കൗമുദി TV ഉണ്ട് കേട്ടോ. പോയി കണ്ടു കഴിഞ്ഞാല് സങ്കടം വരും. അത്രയ്ക്കുണ്ട്, കുറെ സംഭവങ്ങളുണ്ട്, ഒന്നും പറയാൻ വയ്യ. അതിനകത്ത് ഈ പറയുന്ന നമ്മുടെ ബാലഭാസ്കറിന്റെ അമ്മ നിൽക്കുന്നത് കാണിക്കുന്നുണ്ട്. അത് ഭയങ്കര ബോൾഡായിട്ട് അന്നും ഇന്നും ഭയങ്കര ബോൾഡ്. കരച്ചിലൊന്നും വരുന്നില്ല, കണ്ണീരൊന്നും വരുന്നില്ല. വളരെ ഇതായിട്ട് എന്താ നമുക്കറിയില്ല, ഒരു അവസ്ഥ കഴിയുമ്പോൾ പിന്നെ നമുക്ക് കരച്ചിലും കാര്യങ്ങളൊന്നും വരത്തില്ല. എല്ലാ സങ്കടങ്ങളും ഉള്ളിൽ ഒതുക്കി നിൽക്കുന്ന ഒരു അമ്മയെ കാണാൻ കഴിയും. പക്ഷെ അച്ഛൻ നമുക്ക് ഇന്ന് കാണുന്ന ബോൾഡ്നെസ് നന്നില്ല. അച്ഛൻ പൊട്ടിപ്പോയി. എന്റെ വയസ്സാം കാലത്ത് എന്റെ താങ്ങുവടിയായിരുന്നു, അതാണ് പോയത് എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുന്ന അച്ഛൻ അല്ലേ. എന്ത് ചെയ്യാൻ പറ്റുമല്ലേ. അതുകൊണ്ട് തന്നെ ആ ബാലഭാസ്കറിന് എങ്ങനെയെങ്കിലും ഒരു നീതി കിട്ടട്ടെ എന്നുള്ളതാണ് എന്നെ കൊണ്ട് കഴിയാൻ പറ്റും. ഇതൊക്കെ ഉള്ളൂ. പഴയ വീഡിയോകൾ ഇങ്ങനെ ഇടുക, ആൾക്കാരെ നിങ്ങളിലേക്ക് എത്തിക്കുക. എന്താണ് ആക്ച്വലി ഇവിടെ സംഭവിച്ചതെന്ന് നിങ്ങൾക്കൊരു വിവരം, നിങ്ങൾക്കൊരു ബോധം വേണം. എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ നിരന്തരം വീഡിയോ ഇട്ടുകൊണ്ട് ഈ ബാലഭാസ്കറിനെ കൊന്നതാണ് എന്ന് നമ്മൾ വീണ്ടും പറയാനുള്ള കാരണം എന്തെന്നുള്ളത് ഈ കാണുന്ന പ്രേക്ഷകർക്കും കൂടി അറിയണം. അതിനു വേണ്ടിയാണ് ഞാൻ പഴയതൊക്കെ ഇങ്ങനെ കുത്തിപ്പോകുന്നത് കേട്ടോ. അപ്പൊ ഇനി ഞാൻ പറയാൻ പോകുന്നത്, ഇതിനകത്ത് ഈ കേസിനകത്ത് ഒരുപാട് ഈ പറഞ്ഞ ഒരു മൊഴിമാറ്റലുകളുടെ ഒരു പരമ്പര തന്നെ നടന്നിട്ടുണ്ട്. ഈവൻ ലക്ഷ്മി ഉൾപ്പെടെ പല തവണകളായിട്ട് മൊഴി മാറ്റിയിട്ടുണ്ട്. അതിന്റെ ഒരു ക്ലിപ്പിംഗ് കിട്ടില്ല. അതിനകത്ത് ലക്ഷ്മി ആദ്യം പറഞ്ഞ എന്താണ്, ഞാൻ പോയിരുന്നു എന്നാണ് ലക്ഷ്മിയുടെ ആദ്യത്തെ മൊഴിയായിരുന്നത്. പിന്നെയാണ് ലക്ഷ്മി അത് മാറ്റിയിട്ട് ഇപ്പൊ പറയുന്നത്, ലക്ഷ്മി എന്താ പറയുന്നത്, ഇല്ല ഞാൻ ഇടിക്കാൻ പോകുന്നത് വരെ കണ്ടു, ഇടിച്ചതിന് ശേഷമാണ് എന്റെ ബോധം പോയി എന്നുള്ളത്. അവിടെയൊക്കെ ഉണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ ഇവിടെ വിവാദമായ ഒരു മൊഴി എന്ന് പറഞ്ഞാൽ ഈ അർജുൻ പറഞ്ഞ ഒരു മൊഴിയാണ്. അർജുൻ എന്താ പറഞ്ഞത്, അർജുൻ പറയുന്നു ഞാൻ തന്നെയാണ് വണ്ടി ഓട്ടിച്ചതെന്ന് പറയുന്നു. അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞ് അർജുൻ മൊഴി മാറ്റി പറയുന്നു, ഞാനല്ല വണ്ടി ഓട്ടിച്ചത് എന്താണ് ഈ പറയുന്ന ബാലഭാസ്കറാണ് വണ്ടി ഓടിച്ചത്, ഞാൻ ബേക്കിലായിരുന്നു. അതായത് കൊല്ലത്ത് നിന്ന് ആ ജ്യൂസ് കടയിൽ നിന്ന് ജ്യൂസ് കുടിച്ചതിന് ശേഷം എന്ത് ചെയ്തു, പിന്നീട് വണ്ടി ഓടിച്ചത് ബാലഭാസ്കറാണെന്ന് പറഞ്ഞു. അതിനെ സാധൂകരിക്കാൻ വേണ്ടിയിട്ട് ഈ കേസിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നവർ പലതരത്തിലുള്ള കളികൾ നടന്നിട്ടുണ്ട്. അതിന് ഉദാഹരണമാണ് ഫസ്റ്റ് ഞാൻ ഇന്ന് രാവിലെ ഇട്ട ഒരു വീഡിയോയിൽ അജി എന്ന് പറയുന്ന ഡ്രൈവറിന്റെ മൊഴി. അതിനകത്ത് വളരെ കൃത്യമായിട്ട് ഒരു നാടക ഡയലോഗ് പറയും പോലെ അല്ലെ, ഒരു സിനിമ ഡയലോഗ് പറയും പോലെ പുള്ളി അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഞാനിങ്ങനെ ഇടതുവശത്ത് നിന്ന് കടന്ന് ഇടതുവശത്ത് ഒരാൾ ഇങ്ങനെ കൈയ്യെട്ടി വിളിക്കുന്നു, അതിനകത്ത് കൊച്ചിങ്ങനെ കമന്ന് കിടക്കുന്നു, ഇടതുവശത്തിന് എന്ത് ചെയ്തു, ഗ്ലാസ് പിന്നെ ചവിട്ടി പൊട്ടിച്ചു, പിന്നീട് ഇടതുവശത്തെ എന്ത് ചെയ്തു, എല്ലാം ഇടതുവശം അല്ല, ഇടതുവശം എന്നിങ്ങനെ പുള്ളി പറഞ്ഞുകൊണ്ടിരിക്കും. അതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമായിട്ട് അറിയാം പുള്ളി അത് ഏതോ നാടകം ഡയലോഗ് പഠിച്ച് പറയുന്നതാണ്. ഇടത് ഭാഗത്തുള്ള ഇടത് ഭാഗം നിങ്ങൾ എപ്പോഴും പറയണം, അതാണ് കേന്ദ്രീകരിച്ച് വലത് ഭാഗം ആയിപ്പോരുതെന്ന് ആരോ പറഞ്ഞു കൊടുത്തു. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ സംസാരത്തിൽ തന്നെ ഒരു 7 പ്രാവശ്യം ഇടത് ഭാഗം വരുന്നുണ്ട്. അതിന് മുമ്പ് എനിക്ക് ഇതിനകത്ത് ഞാൻ ഒരു ഫോട്ടോ വയ്ക്കാം. അതായത് ഇപ്പൊ കാണുന്ന ഫോട്ടോ എന്ന് വെച്ചാൽ ഈ ക്രെയിനിൽ കൊണ്ടുപോകുന്ന ഫോട്ടോയാണ്, കാറ് ക്രെയിനിൽ കൊണ്ടുപോകുന്ന ഫോട്ടോയാണ്. അതിനകത്ത് ഈ കാറിന്റെ ഗ്ലാസ് ഒന്നും പൊട്ടിയിട്ടില്ല, ഫ്രണ്ടിലെ ഗ്ലാസ് ഒന്നും പൊട്ടിയിട്ടില്ല, കണ്ടോ.
ഇത് ഈ കാണുന്ന ഫോട്ടോ ഉണ്ടോ, ഇത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടിട്ട ഫോട്ടോ ആണ്. അപ്പോൾ ഈ ഫ്രണ്ടിലെ ഗ്ലാസ് ഇല്ല. പക്ഷെ ഈ പറയുന്ന പിന്നെ പല ന്യൂസുകളിലും ഡ്രൈവർ ഉൾപ്പെടെ പറഞ്ഞെന്ന് അറിയാം, പലരും പറഞ്ഞു ഈ ഫ്രണ്ടിലെ ഗ്ലാസ് അടിച്ച് പൊട്ടിച്ചാണ് എന്ത് ചെയ്തത്, ഇവരെ എടുത്തു എന്നാ പറയുന്നത്. ബാലഭാസ്കരൻ ഉൾപ്പെടെയുള്ളവരെ പുറത്തെടുത്തു എന്നാ പറയുന്നത്. ഇതിനൊക്കെ വൈരുദ്ധ്യം എന്തോന്നാണ് എനിക്ക് പിടിയിട്ടില്ല. ഈ ക്രെയിനിൽ കൊണ്ടുപോകണമെങ്കിൽ ആൾക്കാരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണുമല്ലോ, അതിനുശേഷം ക്രെയിനിൽ കൊണ്ടുവന്ന് ആ സമയത്തൊന്നും എന്റെ ഫ്രണ്ട് ഗ്ലാസ് പൊട്ടിയിട്ടില്ല. പിന്നെ എങ്ങനെ പിന്നീട് ഫ്രണ്ട് ഗ്ലാസ് അല്ലെങ്കിൽ ഗ്ലാസ് പൊട്ടിച്ചാണ് ഇവരെ പുറത്തെടുത്തു എന്ന് പറയുന്നത് എനിക്കൊരു പിടുത്തമില്ല. ഇനിയും ഇതായിരുന്നു ആദ്യം എന്തായിരുന്നു, അർജുൻ അങ്ങനെ ഒരു കള്ളമൊഴി കൊടുക്കുന്നു. അതിനെ സാധൂകരിക്കാൻ വേണ്ടിയിട്ട്, അതിനെ ബലപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ആരാണ് KSRTC ഡ്രൈവർ എന്ന് പച്ചക്കള്ളം ഇതുപോലെ വിളിച്ചു. അവനും KSRTC ഡ്രൈവറും പറഞ്ഞ എന്താണ്, അവിടെ അർജുൻ പിന്നെ ബാലഭാസ്കറാണ് വണ്ടി ഓടിച്ചെന്ന്. അതിന്റെ കൂടെ വേറൊരു ദൃക്സാക്ഷിയുണ്ട്. അങ്ങേരും വന്ന് ഇത് എന്നിടെ പറയുന്നത് നോക്കൂ, അതും കൂടെ കേട്ടോ. സീറ്റിൽ നിന്നാണ് ബാലഭാസ്കറിനെ പുറത്തേക്കെടുത്തതെന്ന് പ്രധാന സാക്ഷി കൊല്ലം സ്വദേശി പ്രവീൺ പറഞ്ഞു. പുലർച്ചെ വിമാനത്താവളത്തിലേക്ക് പോകുന്നതിനിടെയാണ് പ്രവീൺ അപകടത്തിൽപ്പെട്ട വാഹനം കാണുന്നത്. ഫ്രണ്ട് സീറ്റിൽ നിന്നാണ് ബാലഭാസ്കറിനെ എടുത്ത് കയറ്റിയപ്പോൾ അദ്ദേഹം ചോദിക്കുന്നുണ്ടായിരുന്നു എല്ലാവരും സേഫ് അല്ലേ എന്ന് ചോദിക്കും. അന്നേരമാണ് നമ്മൾ മുഖത്തോട്ട് വെട്ടൊടിച്ചപ്പോഴാണ് ബാലഭാസ്കർ എന്ന് മനസ്സിലായത്. നാലാമതാണ് അർജുനെ ബാക്ക് സീറ്റിൽ നിന്ന് ലക്ഷ്മി ഇരുന്നതിൻ്റെ തൊട്ട് ബാക്കിലെ സീറ്റിൽ നിന്ന് നമ്മളെടുത്ത് പുറത്തിരുത്തി. നാലാമത് ആംബുലൻസ് വന്നതിന് ശേഷം കയറ്റിവിട്ട് ഞങ്ങളവിടെ നിന്ന് തിരിക്കുമായിരുന്നു. അപകടത്തിൽ ദുരൂഹത ഉന്നയിച്ച ബാലഭാസ്കറിന്റെ അച്ഛൻ കണ്ടോ, ഇത് അവിടുത്തെ ഒരു ദൃക്സാക്ഷി പറയാണ് ബാലഭാസ്കർ തന്നെയാണ് ഓടിച്ചത്. അപ്പൊ നോക്കണം ആ ഫാബ്രിക്കേഷൻ എങ്ങനെ ഏത് ലെവലിൽ പോയിട്ടുണ്ടെന്ന് നോക്കണം. ഇവനും പറയുന്നത് കള്ളമാണ്, പച്ച കള്ളമാണ് അവൻ പറയുന്നത്. ബാലഭാസ്കർ അല്ല ഓട്ടിച്ചെന്നത് സയന്റിഫിക് ആയിട്ട് പിന്നെ തെളിയിച്ചു അർജുനാണ്. ഈ പറയുന്ന ദൃക്സാക്ഷി എന്ന് പറയണത് എന്ത് കോൺഫിഡൻസോടുകൂടി ഒന്ന് പറയുന്നു ബാലഭാസ്കർ തന്നെയാണ് ഫ്രണ്ട് ഇരുന്ന് ഓട്ടിച്ചെന്ന്. ഇതൊക്കെ പറഞ്ഞതിന് ശേഷമാണ് നന്ദു എന്ന് പറയുന്ന ഒരു പയ്യൻ എന്ത് ചെയ്യുന്നത്, അവസാനം തെളിവുമായിട്ട് വരുന്നത്. ഇപ്പോഴും നന്ദു എന്ന് പറയുന്നതാണ് വിശ്വസിച്ചിരിക്കുന്നത്. ഈ പറഞ്ഞ രണ്ടുപേരും പിന്നെ ഈ എന്താണ് നുണയാണെന്ന് പറഞ്ഞാൽ ഇവർ സാക്ഷി പട്ടികയിലെ ഒന്നുമില്ല, ഇവരൊക്കെ പുറത്താണ്. ഈ ഡ്രൈവർ അജി ഉൾപ്പെടെ ഈ പറയുന്ന പ്രവീണോ ഇവൻ പറയുന്നതൊക്കെ പച്ചക്കള്ളമായിരുന്നു. അപ്പൊ നോക്കണം, അർജുൻ പറഞ്ഞ കള്ളത്തെ സാധൂകരിക്കാൻ വേണ്ടി, അതിനെ ബലപ്പെടുത്താൻ വേണ്ടി എന്തെല്ലാം ഫാബ്രിക്കേഷൻ എവിടെയൊക്കെ കൂടിയൊക്കെ ഇവർ സഞ്ചരിച്ചിരിക്കുന്നു. അപ്പൊ എന്ത് വലിയൊരു മാഫിയാണെന്ന് നോക്കിയോ. ഇനി ഈ നന്ദു എന്ന് പറയുന്നവൻ എന്താണ്, ഈ നന്ദു എന്ന് പറയുന്ന പുള്ളി എന്താണ് പറഞ്ഞത്, അതും കൂടി നമുക്കൊന്ന് കേൾക്കാം. പ്രവാസിയായ സഹോദരനെ വിളിക്കാൻ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ പോയി തിരികെ വരുന്നതിനിടയിലായിരുന്നു നന്ദു ആ കാഴ്ച കാണുന്നത്. ഒരു ഇന്നോവ കാർ മരത്തിലിടിച്ചു നിൽക്കുന്നു. ചുറ്റിലും കുറച്ചുപേർ കൂടി നിൽക്കുന്നു. ഇത് കണ്ടതോടെ മറ്റൊന്നും ചിന്തിക്കാതെ നന്ദുവും സഹോദരനും കാറിന്റെ അടുത്തേക്ക് ഓടിയെത്തി. ആദ്യം കണ്ട കാഴ്ച ബാലഭാസ്കറുടെ മകൾ തേജസ്വിനി ചോരയിൽ കുളിച്ച് കിടക്കുന്നതായിരുന്നു. കണ്ട കാഴ്ചയിൽ തളരാതെ രക്ഷാപ്രവർത്തനത്തിൽ ഇരുവരും ഏർപ്പെട്ടു. ഓടി വന്നപ്പോൾ ബാക്ക് സീറ്റിൽ ഒരാൾ 2 സീറ്റുകൾക്കിടയിൽ കിടക്കുന്നത് കണ്ടു. പിന്നീടാണ് മുന്നോട്ട് നോക്കിയപ്പോൾ കുഞ്ഞിനെയും സൈഡിലിരുന്ന ലക്ഷ്മിയെയും കാണുന്നത്. പെട്ടെന്ന് അവരെ രക്ഷിക്കാൻ വാതിലിന്റെ ഗ്ലാസ് പൊളിക്കാൻ നോക്കി. പകുതി ആയപ്പോഴേക്കും ഗ്ലാസ് പൊട്ടി. ഉടനെ തന്നെ കൈ അകത്തേക്കിട്ട് ലോക്ക് മാറ്റി വാതിൽ തുറന്ന് കുഞ്ഞിനെ എടുത്ത് തിരിഞ്ഞപ്പോഴേക്കും ഹൈവേയിൽ നൈറ്റ് പെട്രോളിങ്ങിന് നിന്ന പോലീസുകാർ വന്ന് കുഞ്ഞിനെ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയി. ബാലഭാസ്കർ പിൻസീറ്റിനിടയിൽ ബോധരഹിതനായി കിടക്കുകയായിരുന്നു. ടീഷർട്ടും ബർമുടയും ഇട്ടയാളായിരുന്നു വണ്ടി ഓടിച്ചത്. താൻ എത്തുമ്പോൾ രക്ഷാപ്രവർത്തനം തുടങ്ങിയിട്ടില്ലായിരുന്നുവെന്നും നന്ദു പറഞ്ഞു. 4 പേർ കാറിന് സമീപത്തും 15 പേർ പിറകുവശത്തും ഉണ്ടായിരുന്നു. ലക്ഷ്മി സീറ്റ് ബെൽറ്റ് ധരിച്ചിട്ടുണ്ടായിരുന്നെന്നും നന്ദു പറയുന്നു. നല്ല വണ്ണമുള്ള ആളായിരുന്നു വണ്ടി ഓടിച്ചത്. ഡ്രൈവർക്ക് ബോധമുണ്ടായിരുന്നുവെന്നും നന്ദു പറയുന്നു. ഡ്രൈവിംഗ് സീറ്റിൽ ഉണ്ടായിരുന്ന ആളിന് നല്ല ബോധമുണ്ടായിരുന്നു. അയാളോട് താൻ സംസാരിക്കുകയും ചെയ്തു. കാല് എടുത്തു മാറ്റണം, വേദനിക്കുന്നു, പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുന്നില്ലെന്ന് അയാൾ പറഞ്ഞു. പിന്നീടാണ് അയാളുടെ സീറ്റ് ബെൽറ്റ് മാറ്റി ചാരിയിരിക്കുന്ന സീറ്റ് പുറകിലേക്ക് നീക്കി ഇടത് സൈഡിലെ ഡോർ വഴി അയാളെ പുറത്തേക്ക് എടുത്തത്. അപ്പോഴേക്കും പിന്നിലെ സീറ്റുകൾക്കിടയിൽ ഒരാൾ കിടക്കുന്നുണ്ടായിരുന്നു. ബാലഭാസ്കർ ജുബ്ബ പോലുള്ള വസ്ത്രമാണ് ധരിച്ചിരുന്നതെന്നും ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നയാൾ ടീഷർട്ടും ബർമുടയായിരുന്നു ധരിച്ചിരുന്നതെന്നും അടയാള സഹിതം നന്ദു വ്യക്തമാക്കുന്നു. അതേസമയം ബാലഭാസ്കറാണ് വണ്ടി ഓടിച്ചതെന്ന ഡ്രൈവറായ അർജുൻ നേരത്തെ ക്രൈംബ്രാഞ്ചിനും പോലീസിനും മൊഴി നൽകിയിരുന്നു. കണ്ടോ, ഇതാണ് നന്ദു പറഞ്ഞ മൊഴി. ഈ നന്ദു പറഞ്ഞ മൊഴിയിൽ തന്നെ ഒരുപാട് നമ്മൾ ഞെട്ടിക്കുന്ന കുറെ സംശയങ്ങൾ നന്ദു പറയുന്ന മൊഴിയിലുണ്ട്. ഈ നന്ദു പറഞ്ഞതാണ് ഈ യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ അവര് മുഖവിലേക്ക് എടുത്തിരിക്കുന്നത്. നന്ദു പറയുന്ന എന്തുകൊണ്ട് വന്നപ്പോൾ തന്നെ ഈ ബാലഭാസ്കർ എന്ത് ചെയ്യുന്നു, അടിയിൽ, അതായത് ബാക്കിലത്തെ സീറ്റിന്റെ അടിയിൽ കിടക്കുകയായിരുന്നു. മനസ്സിലായല്ലോ. അതുമല്ല ഇവൻ ഫ്രണ്ടിലെ ഇത് പൊട്ടിച്ചൊന്നല്ല പറയുന്നത്, സൈഡ് വിൻഡോ കുറച്ച് പൊട്ടിച്ചപ്പോൾ തന്നെ കൈയിട്ട് ഡോറ് തുറന്നു എന്ത് ചെയ്തു, പുറത്തിറക്കി എന്നുള്ളതാണ്. അതുപോലെ പുള്ളി പറയുന്ന മറ്റൊരു കേസ്, ഈ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്ന ആള് നല്ല വണ്ണവും തടിയും ഉള്ള ഒരാളാണ്. അപ്പം ഈ പറയുന്ന അർജുൻ അത്രയ്ക്കുള്ള വണ്ണവും തടിയൊന്നും ഇല്ല. പിന്നെ അത് ആരാണ് ഓട്ടിച്ചെന്ന് അവിടെ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഇതിപ്പോ എന്തൊക്കെയാണ് നടക്കുന്നത് എനിക്ക് പിടിച്ചില്ല. അവിടെ ഈ വണ്ണവും തടിയൊക്കെയുള്ള ആരായിരിക്കണം, പ്രകാശ് തമ്പി ആയിരിക്കണം അല്ലേ. അപ്പൊ അങ്ങനെ ഒരാളാണ് വണ്ടി ഓടിച്ചതെന്ന് പറയുന്നത്. അപ്പം എനിക്കറിയില്ല, അതിന്റെ വൈരുദ്ധ്യം എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. ഇനി ആ സമയത്തിന് അർജുന് വണ്ണം ഉണ്ടായിരുന്നു, അതും എനിക്കറിയത്തില്ല. ചിലപ്പം അർജുൻ ആ സമയത്ത് വണ്ണം ഉണ്ടായിരുന്നായിരിക്കാം. ഇനി അതിനെക്കുറിച്ച് തിരക്കണം.
അപ്പം അതിനുശേഷം പുള്ളിയുടെ കാലം വയ്യായിരുന്നു, പുള്ളിയാണ് തുറന്ന് എന്ത് ചെയ്തു, ആദ്യം ഇവരെ രണ്ടുപേരെയും രക്ഷിച്ചതിന് ശേഷമാണ് എന്ത് ചെയ്ത് ബാലഭാസ്കർ അപ്പോഴും ആ സീറ്റിന്റെ അടിയിൽ കമന്ന് കിടക്കുകയായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ പറയുന്ന നന്ദു ഈ പറയുന്നത് വളരെ ജെന്യൂനിറ്റിയാണ്. പുള്ളിയുടെ സഹോദരൻ എന്തോ എയർപോർട്ടിൽ എന്തോ കൊണ്ടാക്കിയിട്ട് ആരാധോ വിളിച്ചോണ്ട് വരിക എന്തോ ചെയ്തുകൊണ്ട് സംഭവം കണ്ടതാണ്. അപ്പോഴൊക്കെയാണ് ഈ പുള്ളിയാണ് ആദ്യമായിട്ട് വന്ന് ഈ പറയുന്ന രക്ഷാപ്രവർത്തനത്തിലൊക്കെ പങ്കെടുത്തതും ഒക്കെ ചെയ്തതും. അപ്പൊ ഇതാണ് അവസാനം മുഖവിലേക്ക് എടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ നോക്കിക്കണം, ഒരു കള്ളത്തിന് സാധൂകരിക്കുന്നുണ്ട്. ആ കള്ളം സത്യമാക്കി തീർക്കാൻ വേണ്ടിയിട്ട് ഇവർ ഏത് ലെവലിൽ പിടിച്ചിട്ടുണ്ട്, എത്ര പേരെന്നറിയാം വന്ന് ഈ പറയുന്ന ഈ പ്രവീൺ എന്ന് പറഞ്ഞ നേരത്തെ അവന്റെ മാത്രമല്ല പല ദൃക്സാക്ഷികളും പറഞ്ഞു. ആ സമയത്ത് എന്താ പറഞ്ഞത്, ബാലഭാസ്കറാണ് വണ്ടി ഓടിച്ചെന്ന് പറഞ്ഞു. പല ആൾക്കാരും അങ്ങനെയാ പറഞ്ഞത്. അപ്പൊ ആ രീതിയിൽ ഒരു ഇൻവോൾവ്മെന്റ് അവർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അല്ലെ. എത്ര സാക്ഷികളെ കൊണ്ടൊന്നും ഈ പറയണ കേട്ടാത്തൊന്നും വളരെ ജെന്യൂനായിട്ട് പറയുന്നതായിട്ട് തോന്നും. ഈ നന്ദുവിന്റെ പിന്നെ വോയിസ് ഞാൻ കുറെ തിരക്കിയത്, അതിന്റെ ഒറിജിനൽ വോയിസ് കിട്ടിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഒരു ന്യൂസ് എടുത്തിട്ടുന്നത്. അപ്പൊ എന്തായാലും ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് എപ്പോഴും ഞാൻ പറയുന്നത് പോലെ ഇതിലെന്തോ ഇപ്പൊ ബാലഭാസ്കർ അതിൽ ഇൻവോൾവ് ആയിക്കോട്ടെ, അല്ല ആയിരിക്കില്ല എന്നൊന്നും എനിക്ക് ഞാൻ പറയുന്നില്ല. ബാലഭാസ്കർ ചിലപ്പോൾ അതിനകത്ത് ഇൻവോൾവ് ആയിരിക്കാം, എന്തോ ആയിക്കോട്ടെ. പക്ഷെ ബാലഭാസ്കർ എന്ന് പറയുന്ന ഒരു ആളെ മരിച്ചിട്ടുണ്ട്, അയാളെ ഒരു ക്രൈം ചെയ്ത് അയാളെ കൊലപ്പെടുത്തിയതാണ് എന്നുള്ള സത്യമാണ്. അപ്പൊ അത് ആരായാലും തിരിച്ചറിയണം അല്ലേ. ഈ പറയുന്ന സ്വർണ്ണക്കടത്ത് പറഞ്ഞ വലിയ രാജ്യദ്രോഹ കുറ്റമൊന്നും അല്ല സാധനം. അപ്പൊ ഒരു കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെക്കാട്ട് വലിയ കുറ്റമാണ് ഈ പുള്ളിയെ കൊല്ലുക എന്നുള്ളത്. അപ്പൊ അങ്ങനെ ഒരു ക്രൈം ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പാവപ്പെട്ട രണ്ട് അച്ഛനും അമ്മയ്ക്കും ഒരു മക്കളില്ലാതാക്കിയിട്ടുണ്ട്, ഒരു മകനില്ലാതാക്കിയിട്ടുണ്ട്, അത് ആരായാലും നിയമത്തിന്റെ ഫ്രണ്ടിൽ വരികയും അവൻ അതിന്റെ ശിക്ഷ അനുഭവിക്കുകയും വേണം. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.